ഹായ് ഫ്രണ്ട്സ് ഇട്ട് പോവാം. ഹീറോയിൻ്റെ ഫസ്റ്റ് അനിയത്തിക്ക് വലിയ ഹെയറാണ്, രണ്ടാമത്തെ അനിയത്തിക്ക് കുറച്ച് ഹെയറാണ് ഹീറോയിൻ്റെ. അങ്ങനെ ജങ്കുക്കും ജിമ്മിനും വന്നായിരുന്നു. ഹീറോയിൻ ജിമ്മിൻ്റെ കൂടെ സംസാരിക്കാം. ഹീറോയിൻ്റെ അനിയത്തിമാരെ കണ്ടിട്ട് അവർക്ക് രണ്ടുപേർ പിടിച്ചു പോയി. അങ്ങനെ ആർക്കായിരുന്നു ആരെ കൂടെ ഇവർക്ക് രണ്ടുപേർക്ക് മാരേജ്, ഇവർക്ക് ഓക്കെ ആണോ എന്ന് ഓർക്കായിരുന്നു. അപ്പോൾ ജിമ്മിനെ ജങ്കു കേൾക്കാൻ തുടങ്ങി. മച്ചാ, ആരാ ഇത്? ഇല്ലടാ, എൻ്റെ വൈഫിന് അനിയത്തിയാണ്. ഇവർ സിംഗിളാണ്, കമ്മിറ്റാണ്. എന്താടാ ചോദിക്കുന്നത്? എനിക്ക് ഇവരെ ഇഷ്ടപ്പെട്ടു പോയി എന്ന് രണ്ടുപേർ പറയാന്. ഓക്കെ, നീ ഇവരുടെ സംസാരിച്ച് നോക്കൂ. അങ്ങനെ രണ്ടുപേരെ പിടിച്ച് അവർക്ക് കണ്ടുപിടിക്കാൻ ഈസിയാണ്. ഹീറോയ്ക്ക് കണ്ടുപിടിക്കാൻ ഈസിയാണ്, കുറച്ച് വ്യത്യാസം മാത്രമേ ഉണ്ട്. അത് അങ്ങനെ ഹീറോയിൻ്റെ അനിയത്തിയെ കണ്ട് രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. എയ്റ്റിംഗ് ഡാ എന്ന് പറയാമെന്ന്. ഓക്കെ, എനിക്ക് ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ ഫാമിലിയോട് സംസാരിച്ചായിരുന്നു. ശരി, ഓക്കെ എന്ന്. അങ്ങനെ രണ്ടുപേർക്ക് ഒക്കത്തെ മാരേജ് ചെയ്തു. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഫ്രണ്ട് കൂടെ മാരേജ് കഴിഞ്ഞത്. അങ്ങനെ ഹീറോയിൻ 2 ഡേയ്സ് മാരേജ്. അവർക്ക് ഹീറോയ്ക്കും ഓൾറെഡി കുറേ സൈസ് മാരേജും ആയിരുന്നു. ഇപ്പോൾ അവർക്കും ബേബീസ് കുറേ ഡേയ്സ് കഴിഞ്ഞു ഹീറോയ്ക്ക് ബേബീസ് ജനിച്ചു തന്നു. അവർ പറയുന്നു, ജങ്കുക്കും ജിമ്മിന് പറഞ്ഞു, നീ പഠിച്ച ശേഷം നമുക്ക് ബേബി നോക്കിക്കോളാം. അങ്ങനെ അവർ പറയുന്നു. അവർക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഹീറോയ്ക്ക് ടീച്ചറാണ്, അതുമാത്രമേ ഹീറോയ്ക്ക് കുട്ടികൾ ജനിച്ചായിരുന്നു. ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയ്ക്ക് ബേബീസ് ജനിച്ചായിരുന്നു. ഭയങ്കര ഹാപ്പിയായിരുന്നു. ഫസ്റ്റിൽ ഹീറോയ്ക്ക് 4 ബേബി. വീക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ബേബീസ് നന്നായിട്ട് കെയറിങ് ചെയ്തായിരുന്നു. ഹീറോയും വീനെ നോക്കിയിട്ട് മുറിക്കായിരുന്നു. വീക്ക് ചിരിക്കാൻ വരാതെ. ഫസ്റ്റ് ഒരു ബോയ് ബേബി ആയിരുന്നു, നെക്സ്റ്റ് ഒരു ഗേൾ ബേബി, പിന്നെ ബോയ് ബേബി, ഗേൾ ബേബി. ഇങ്ങനെ പറയുന്നു, എന്താ പറ്റി? മുറിക്കായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് കെയറിങ് നന്നായിട്ട് കെയറിങ് നിൽക്കുമായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെയായിട്ട് കുട്ടികൾ കുറച്ച് ദിവസം കഴിഞ്ഞ് കുട്ടികൾ വളർന്നുണ്ടായി. ഇപ്പോൾ ബേബീസ്ക്ക് 4 വയസ്സായി. മമ്മി എന്നെ കൂട്ടി ഓടി വരാൻ തുടങ്ങി. ഹീറോയ് എന്ത് പറ്റിച്ചല്ലോ എന്ന് വെറുതെ പറഞ്ഞ ഓഫീസ് ഭയങ്കര ബിസിയായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയ് ജോലിയായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വന്നായിരുന്നു. എന്ത് പറ്റി? എന്നെ ബേബിക്ക് ബർത്ത്ഡേ ആണ്, 5 വയസ്സായി ബേബിക്ക്. 5 വയസ്സ് ബർത്ത്ഡേ. അങ്ങനെ കേക്കൽ മുറിക്കുക എല്ലാവരും വന്നായിരുന്നു. ഹീറോയിൻ്റെ അനിയത്തിമാർ പഠിക്കുകയാണ്. അങ്ങനെ അവർ വന്നായിരുന്നു. ഹീറോയ് കേക്കൽ മുറിച്ച് ഭയങ്കര ഹാപ്പി ആയിരുന്നു, എൻജോയ് ചെയ്തു. അങ്ങനെ സ്കൂളിലേക്ക് പോകണം, മനസ്സിലായോ? ശരി മമ്മി എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ എല്ലാ കേക്കല് കേട്ടായിരുന്നു. സ്കൂൾ ജോയിൻ ചെയ്യാൻ പോകാമെന്ന്. അങ്ങനെ എല്ലാ കുട്ടികളെയും 7 സ്കൂളിൽ ജോയിൻ ചെയ്യാൻ. വീക്ക് ഒരു സ്കൂളുണ്ടായിരുന്നു. അങ്ങനെ ഹീറോയിൻ അങ്ങനെ സ്കൂൾ കൊണ്ടുപോയി വീക്ക് കൂട്ടി. ചെന്നായിട്ട് പഠിക്കണം, ഓക്കെ ഡാഡി എന്ന് പറഞ്ഞു. ലീവ് എടുത്ത്. ഹീറോയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഹീറോയിൻ്റെ അനിയത്തിമാരല്ല, അവർ കുറച്ച് കോളേജ് ബിസി ആയിരുന്നു. അതുകൊണ്ട് അവർ പോയായിരുന്നു. ഹീറോയിൻ തനിയെ കുക്ക് ചെയ്ത് വന്നു. മാമ എപ്പോൾ വന്നിച്ചേ? ഞാൻ ഇപ്പോൾ വന്നടി, ഓടിച്ചുള്ള കുട്ടീനെ ഹീറോയിൻ കൂടെ. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും നന്നായിട്ട് റൊമാൻസ് നടക്കാൻ. ഹീറോയിൻ പറയുന്നു, മൊമോ திருட்டு பூனை என்னடா அந்த திருட்டு கரடிக்குட்டா என்னடா பண்ற എന്ന് പറഞ്ഞായിരുന്നു. എന്നടി എൻകിட்ட കരടി എന്നമ്മ ഇപ്പടി പண்ற എന്ന് ടൈഗർ എന്ന് പറയുന്നു. ശരിടി ഞാനേ പറഞ്ഞ. ഹീറോയ്ക്ക് കൂടെ ക്ലോസ് ആയിട്ട് ഹീറോയിൻ അങ്ങനെ ടേസ്റ്റ് പോകാതാണെങ്കിൽ ഹീറോ പെട്ടിട്ടായി. ഹീറോയ്ക്ക് ക്യൂട്ടായിട്ട് ഒരു ബോയ് വിളിച്ച്. ഹീറോ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കൂടെ ഹാപ്പി ആയിരിക്കാൻ തുടങ്ങിയായിരുന്നു. വീക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇങ്ങനെ ടേസ്റ്റ് പോകാൻ തുടങ്ങി. ഹീറോയിൻ്റെ അനിയത്തിമാർക്ക് മാരേജ് ആയി. ഇപ്പോൾ ഹീറോയിൻ പറയാൻ തുടങ്ങി. ഹീറോയിൻ്റെ ബേബീസൊക്കെ വളർന്നുണ്ടായി. ഇപ്പോൾ ബേബീസ്ക്ക് 7 വയസ്സായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ പറയാൻ തുടങ്ങി. ഹീറോയിൻ്റെ അനിയത്തിമാർ പറഞ്ഞു, എന്താ ചേച്ചി ഇങ്ങനെ പറഞ്ഞു. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഹീറോയിൻ്റെ അനിയത്തിമാർക്ക് വേഗം മാരേജ് ചെയ്തായിരുന്നു. എന്താ പ്രശ്നം? ഒന്നുമില്ലടാ എന്ന് പറഞ്ഞു. ഹീറോയിൻ്റെ ബേബീസൊക്കെ 7 ഏജ് ഫസ്റ്റ് പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് കുട്ടികൾ അവർ ചെറിയ കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ 1 വയസ്സായി. ഹീറോയിൻ പറയാൻ തുടങ്ങി. ശരി, ഓക്കെ എന്ന്. കുട്ടികളോട് എൻജോയ് ചെയ്തായിരുന്നു. ഹീറോയിൻ പറയുന്നു, ജിമ്മിൻ നോക്കിയത് ചിരിക്കായിരുന്നു. അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പറയുന്നു, ജിമ്മിനെ നോക്കി ചിരിക്കായിരുന്നു, ജങ്കുക്ക് നോക്കി ചിരിക്കുക. അവരെല്ലാം ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഫ്രണ്ട്സ് കൂടെ ഇരുന്ന് സംസാരിക്കുമായിരുന്നു. അങ്ങനെ വില്ലൻ വന്ന് നോക്കുമ്പോൾ ഹീറോയിൻ്റെ അനിയത്തിന് ഇവിടെ പഠിക്കൊരയിൽ. അങ്ങനെ ഫാമിലി എല്ലാം വന്ന് കൊറിയയിൽ സെറ്റിൽ ആയിരുന്നു. വില്ലൻ വന്ന് നോക്കും. വില്ലനക്ക് വരാൻ പറ്റില്ലായിരുന്നു. വില്ലൻ്റെ ഫാമിലി പറഞ്ഞായിരുന്നു അവർ ഇവിടെ ഉള്ളത് തമിഴ്. അങ്ങനെ അവിടേക്ക് വന്ന് കേരളത്തിൽ വന്ന് നോക്കുക. കേരളത്തിൽ അവർ സ്വന്തം വീട് മാത്രമല്ല, സ്വന്തം വീട് പറഞ്ഞ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് അവർ താമസിച്ചത്. അത് മാത്രമല്ല, അവർ സ്വന്തം വീട് പറഞ്ഞ ഓൾറെഡി അവർക്ക് ഓൾറെഡി അതിനെ വിറ്റു. അതുകൊണ്ട് അവർ
ഇപ്പോൾ എല്ലാവരും കൊറിയയിൽ വന്ന് സെറ്റിലായിരുന്നു. അങ്ങനെ അവർ വില്ലനക്ക് തേടി തേടി കിട്ടിയില്ലായിരുന്നു. വില്ലൻ പറയുന്നത് വില്ലൻ്റെ അച്ഛൻ പറയുന്നത് ഞാൻ അവളാ എത്ര ഭംഗിയായിട്ടുണ്ടായിരുന്നു അത് അച്ഛാ അവൾ ഭംഗിയായിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ശരിടാ. അങ്ങനെ വില്ലനിക്ക് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. വില്ലൻ പറഞ്ഞ ടെൻഷനായിരുന്നു. എവിടെയുണ്ട് അവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെ വില്ലനിക്ക് ഒരു ന്യൂസ് വന്നു. വില്ലൻ്റെ അണിയാൾ വന്നു. അങ്ങനെ തമിഴ്നാട്ടിൽ വന്ന് തമിഴ്നാട്ടിൽ ടിക്കറ്റ് നോക്കുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവർ കേരളത്തിൽ വന്നിട്ടൊന്ന് ആ ടിക്കറ്റിലുണ്ടായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിനെ ഫോളോ ചെയ്ത് അവർ എല്ലായിടത്തും തേടിയെന്ന്. ഇങ്ങനെ കേരളത്തിൽ വേറെ എടുക്കല്ല പോയിന്. അങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ അതിലൊന്നുമില്ല. ഹീറോ ഓൾറെഡി കാറിലാണ് പോയത്. അങ്ങനെ കാറിലാണ് പോയെക്കൊണ്ട് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞു അവർക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ന്യൂസ് ഇങ്ങനെ ഒരു ബിസിനസ് മാൻ അങ്ങനെ പറയുന്നത്. അങ്ങനെയായിട്ട് അതിൽ വില്ലൻ്റെ വൈഫ് വില്ലനക്ക് മാരേജ് വില്ലൻ്റെ വൈഫ് പറയുന്നത് ഫോട്ടോ ഓൾറെഡി ഹീറോയിൻ്റെ മമ്മീൻ്റെ ഫാമിലി ഫോട്ടോസ് എല്ലാം അവർ ഓൾറെഡി കണ്ടുവരുന്നവർ പറയായിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും എന്നടി ഇവിടെ നോക്ക് അവരല്ലേന്ന് അവർ എവിടെ ഉള്ളത് കൊറിയല്ലേ ഉള്ളത് എന്ന് അവർക്ക് അറിഞ്ഞു. അങ്ങനെ അവർക്ക് പോകുന്ന എത്ര മണി വേണം വില്ലനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് വില്ലൻ പറഞ്ഞ ഒരു റോബർട്ട് ചെയ്യുന്നതാണ് വില്ലൻ. അങ്ങനെ വില്ലന് അങ്ങനെയായിട്ട് ആ പ്ലേസിലേക്ക് വന്നു. അങ്ങനെ വില്ലനക്ക് ഒന്നും അറിയില്ല അവിടുത്തെ ആചാരം അതൊന്നും അറിയാതെ വില്ലൻ അവിടേക്ക് വന്നായിരുന്നു. ഹീറോയിനോട് കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നു വില്ലൻ. അങ്ങനെ ഹീറോയി ഒരിക്കൽ നടന്നുകൊണ്ട് പോകുന്നത് കണ്ടായിരുന്നു കുട്ടികൾക്കൂടെ ജോലിയായിട്ട്. വില്ലൻ വന്ന് ഹീറോയിനെ അടുത്ത് പിടിക്കാൻ നോക്കിയത് അപ്പോൾ ജസ്റ്റ് മിസ് കുറച്ച് 2 ബോഡി ഗാർഡ് വന്ന് വില്ലനെ പിടിച്ചുകൊണ്ട് വന്നു. നീ ആരിടാ ഞങ്ങൾ മാമിന് ചെയ്യുന്നത്. അവർക്കും കുറച്ച് ലാംഗ്വേജ് അറിയും. അങ്ങനെയായിട്ട് അവർ പറയായിരുന്നു. അങ്ങനെ വില്ലൻ പറയായിരുന്നു അങ്ങനെ വില്ലനെ പിടിച്ചിട്ട് ശരിയാക്കി. അവിടുത്തെ പോലീസ് പറഞ്ഞു വില്ലനെ മിരട്ടിയായിരുന്നു നിങ്ങൾ ബോസിൻ്റെ വൈഫിനെ അങ്ങനെ വില്ലനൊന്നും ചെയ്യാൻ പറ്റില്ല തന്നെ. അങ്ങനെ വില്ലൻ പറഞ്ഞായിരുന്നു ഇവരാണെന്ന്. അങ്ങനെ പോലീസ് പറയാൻ തുടങ്ങി സോറി സാർ നിങ്ങൾ തേടുന്ന ഇവരല്ല അങ്ങനെ പോലീസ് പറഞ്ഞു. അങ്ങനെ വില്ലനക്ക് കൺഫ്യൂസ് ആയിരുന്നു. ഓ ആള് ശരിയാ നോക്ക് ഇതിൽ കുറച്ച് വ്യത്യാസം അറിയുന്നില്ല എന്ന് വില്ലനോട് കേട്ടായിരുന്നു. ഈ ഫോട്ടോത്തിലുള്ളവരല്ല എന്ന് പറഞ്ഞു. വില്ലനക്ക് ഒന്ന് കൺഫ്യൂസ് ആയി. അങ്ങനെ അവിടുന്ന് പോയി. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു.